ഹായ് എവ്രി വൺ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഡിആർടെക് ഹോംസിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ടുള്ള ശ്രീമതി സബീന മാം ആണ്. വെൽക്കം മാം. മാം, റെസിഡൻഷ്യൽ ബിൽഡിങ്സിന് നമ്മൾ ഫൗണ്ടേഷൻസ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്? ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് സോയിൽ കണ്ടീഷൻ അറിയുക എന്നുള്ളതാണ്. അതിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി, സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി എത്രയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സ്ട്രക്ചറൽ ലോഡ്, രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ലോഡ് നമുക്ക് എത്രയാണെന്ന് അറിയണം. നമ്മൾ എത്ര ഫ്ലോർ ബിൽഡിംഗ് ആണ് ചെയ്യുന്നത്, അതിൻ്റെ സ്ട്രക്ചറിൻ്റെ ലോഡ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ചായിരിക്കും നമ്മളൊരു ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെയുള്ളതെന്ന് പറയുന്നത് വാട്ടർ ടേബിൾ ലെവൽ നമുക്കറിയണം. വാട്ടർ ടേബിൾ വെച്ചാൽ നമ്മുടെ ഭൂമിക്കടിയിലുള്ള വാട്ടറിൻ്റെ ലെവല് നമ്മുടെ ഗ്രൗണ്ടിൽ എത്രയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ ആ ഒരു ലാൻഡിലേക്കുള്ള ഫൗണ്ടേഷൻ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയുള്ളത് ഹൈറൈസ് ബിൽഡിങ്ങിലോട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് സീസ്മിക് ലോഡ്, അതുപോലെ വിൻഡിൻ്റെ ഡയറക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം ഈ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുന്നത്. അങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സാണ് നമുക്ക് മെയിനായിട്ട് നോട്ട് ചെയ്യാനുള്ളത് ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ. ഹോം കൺസ്ട്രക്ഷൻ പ്രോജക്ട്സിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് എൻഷുർ ചെയ്യാൻ വേണ്ടി ആസ് എൻ എൻജിനീയർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്? മെയിനായിട്ട് നമുക്ക് അതിന് വേണ്ടതെന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഒരു BOQ ആണ് മെയിനായിട്ട് വേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലും ഡ്യൂറബിളും ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തേതെന്ന് പറയുന്നത് നമുക്ക് മോഡുലാറായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് സ്പീഡി ആയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും, കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. സ്കിൽഡ് ലേബേഴ്സിനെ നമ്മൾ എൻഗേജ് ചെയ്യിക്കുവാണെങ്കിൽ നമുക്ക് ടൈം കുറച്ച് നമുക്ക് വേഗത്തിൽ പണി ചെയ്യാൻ പറ്റും. വീടുകൾക്ക് ഡ്യൂറബിലിറ്റി അതുപോലെ തന്നെ ഹൈ എനർജി എഫിഷ്യൻസി ഒക്കെ ഉറപ്പുവരുത്താനായിട്ട് മോഡേൺ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മോഡേൺ ടെക്നോളജീസോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസോ ഒക്കെ ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? ഇപ്പോൾ നമുക്ക് AAC ബ്ലോക്സ് അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അത് ഡ്യൂറബിളും ആണ്, കോസ്റ്റ് ഇഫക്റ്റീവും ആണ്. അതേസമയം നമുക്ക് ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ ഉള്ളത് ഫ്ലൈ ആഷ് ബ്ലോക്കാണ്. ഫ്ലൈ ആഷ് ബ്ലോക്കും നമുക്ക് ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെ UPVC വിൻഡോസും ഡോസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കൺവെൻഷണൽ മെത്തേഡിൽ വുഡൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്ത് നമ്മളിപ്പോൾ UPVC ഉപയോഗിക്കുന്നുണ്ട്. അത് കുറച്ച് ഇഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. Thank you for sharing your insights with us, ma'am. For more informative content like this, please follow our page. And if you have any more suggestions, please type them in the comment boxes below. Thank you.